വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിനും അപ്പുറമുള്ള അതിഗംഭീര പെർഫോമൻസസ്. ഒരാൾ രണ്ടാളെന്നല്ല, സിനിമയിൽ സ്ക്രീനിൽ വന്നുപോയ ഒട്ടുമിക്ക പേരും അതിഗംഭീര പെർഫോമൻസസ്. അതിനെ കിടപിടിക്കുന്ന ഒരു തിരക്കഥ, അതിന് ചേർന്ന് നിൽക്കുന്ന ഒരു ഡയറക്ഷൻ, അതിന് എല്ലാ സപ്പോർട്ട് കൊടുക്കുന്ന എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ മേക്കിങ്, പ്രേക്ഷകർക്ക് കഥാപാത്രങ്ങളുടെ ഫീലിങ്സ് അതുപോലെ കൺവേ ചെയ്ത് കിട്ടുന്നുണ്ട്, ഇമോഷണൽ കണക്ഷൻ കിട്ടുന്നുണ്ട്. അവിടുത്തെ കഥാപാത്രങ്ങളുടെ ആവശ്യം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ്റെ ആവശ്യമായിട്ട് മാറുന്നുണ്ട്. ഇതിനപ്പുറം ഒരു സിനിമയ്ക്ക് എന്താണ് നമുക്ക് തരേണ്ടത്? ഒന്നുമില്ല. ഫൈനസ്റ്റാണ്, അതിഗംഭീര സിനിമ. ഡോണ്ട് മിസ് ഇറ്റ്, ഗോ ആൻഡ് വാച്ച്. വളരെ കുറച്ച് തിയേറ്റേഴ്സിലുള്ളൂ, പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് സിരൈ എന്ന് പറയുന്നത്. ജയിൽ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സുരേഷ് രാജകുമാരി. ഈ സുരേഷ് രാജകുമാരി എന്ന് പറയുന്നത് നമ്മുടെ വെട്രിമാരൻ്റെ അസോസിയേറ്റാണ്. അപ്പോൾ അതിൻ്റെ ഗുണം ഉണ്ട്. വെട്രിമാറിനെക്കാളും കുറച്ചുകൂടി ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് ഈ സിനിമ എടുത്തിട്ടുള്ളത് എനിക്ക് തോന്നി. കുറച്ചുകൂടി ഫാസ്റ്റാണ് പടം. വെട്രിമാരൻ സിനിമ എപ്പോൾ സ്ലോ പേസിലാണ് പോകുന്നത്, ഇത് അങ്ങനല്ല. പക്ഷേ ഒരു വെട്രിമാരൻ പടം കാണുമ്പോഴത്തെ ഒരു ഫീല് അവിടെ എവിടെയെങ്കിലും വരുന്നുണ്ട്. അതിൻ്റെ എഴുത്താകട്ടെ, അതിൻ്റെ സംവിധാനമാകട്ടെ എല്ലാം ടോപ്പ് നോച്ചായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് പഴയ കാലഘട്ടത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. സിനിമയിൽ പോലീസുകാർ എയർ ക്യാമ്പിൽ നിന്ന് വരുന്ന ഒരു പോലീസുകാരൻ്റെ ഒരു ജീവിതം കുറച്ച് നേരം കാണിച്ച് പോയിട്ട് അതിൽ തന്നെ വിക്രം പ്രഭു, ഞാൻ ഓരോരുത്തരും എടുത്ത് പറയുന്നില്ല, വിക്രം പ്രഭു ഒരു ടൈലർ മെയ്ഡ് റോളെന്ന് തുടങ്ങി പറയാം. ഒരു ഇൻട്രോ ഉണ്ട്. ഇൻട്രോ വിക്രം പ്രഭുവിൻ്റെ ഇൻട്രോ സാധാരണ പോലെ ഇയാൾ ഒരു പോലീസ് ഓഫീസറിൻ്റെ കാണിച്ചിട്ട് ആ ഒരു സീന് കഴിയുമ്പോൾ ഒരു പഞ്ചുണ്ട്. എത്രയോ സിനിമയിൽ ഫൈറ്റ് ഷൂട്ട് ഇതൊക്കെ കണ്ടിന്യൂ അതൊക്കെ ഉള്ളൂ. അവിടെ തന്നെ ഇത് വെറുതെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സാമാനമല്ല എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ ഇൻട്രോ കഴിഞ്ഞു. അപ്പോൾ ഈ സിനിമ എനിക്ക് പിന്നെ ഈ ബാക്കി ഞാൻ കണ്ടതല്ലാത്ത സിനിമകളിൽ വലിയതായിട്ടൊന്നും പോളിംഗ് ഒന്നും വരാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ടൈമിംഗ് അനുസരിച്ചുള്ള ഒരു സിനിമ പോയി കണ്ടതാണ് ഈ പടം. പക്ഷേ ഇത് ഞെട്ടിച്ച് കളഞ്ഞ് തന്നെ പറയാം. അവിടെ നിന്ന് അങ്ങോട്ട് ഇയാളുടെ ഒരു ജീവിതം, അവിടെ തന്നെ സിസ്റ്റം, നമ്മുടെ സിസ്റ്റമിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും അത് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തോ വലിയ വില അയാൾ കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൃത്യമായിട്ട് അത് ഫീൽ ചെയ്യുന്ന രീതിയിൽ അത് ഈ സിനിമയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഇവിടെ ഒരു വിചാരണ തടവുകാരനെ കൊണ്ട് ഇയാളുടെ യാത്ര അതാണ് കാണിക്കുന്നത്. അവിടെ ഒരുപാട് ലേയേഴ്സിലൂടെ സിനിമ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് ഇമോഷൻസ്, ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് സിറ്റുവേഷൻസ്, നമുക്ക് ദേഷ്യം തിളപ്പ് വരുന്ന സീനുകൾ വരുന്നുണ്ട്. അടിച്ച് പറ്റിച്ചു കൊടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള സാധനങ്ങൾ സിനിമയിൽ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം പീക്കായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഇൻ്റർവൽ ബ്ലോക്ക്. ഇനി എന്താവും, ഇതെങ്ങോട്ടാവും എന്നുള്ള യാതൊരു തരത്തിലുള്ള പ്രഡിക്ഷനും തരാൻ പറ്റാത്ത രീതിയിൽ ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിലും വലിയൊരു കയ്യടി കൊടുത്തേ മതിയാവുള്ളൂ. ഈ പടത്തിൽ പിന്നെ പെർഫോം ചെയ്ത് നമ്മുടെ മലയാളിയായിട്ടുള്ള അനിഷ്മ അനിൽകുമാർ, ഞങ്ങൾക്കറിയാം, മറ്റേ അയം കാതല സിനിമയിൽ വന്ന് അയ്യോ എന്തൊരു പെർഫോമൻസ് ഇവിടെ ഇതിൽ, അയ്യോ അത് എടുത്ത് കൊഞ്ചാന്ന് തോന്നുന്നു ആ കഥാപാത്രത്തിൻ്റെ. അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. തമിഴരൊക്കെ എടുത്ത് തലയിൽ കയറ്റി വയ്ക്കും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ, അത് നിസ്സംശയം എന്നൊക്കെ പറയാം. അത്രയും ഗംഭീര പെർഫോമൻസാണ് അനീഷ. അതുപോലെ LK അക്ഷയ് കുമാർ, ചെറുക്കൻ തന്നെയാണ് ഈ പടം തൂക്കിക്കുന്നത്. പിന്നെ ആനന്ദ് തമ്പിരാജയ്യ, രമ്യ സുരേഷ് ഉണ്ട്, നമ്മുടെ മലയാളി ദാരിദ്ര്യം എന്ന് പറഞ്ഞു നടക്കുന്ന രമ്യ സുരേഷ്. കിട്ടില്ല ക്യാരക്ടർ, കിട്ടില്ലായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കഥാപാത്രത്തിനും നമുക്ക് ഇമോഷണൽ കണക്ഷൻ വരും, എല്ലാ കഥാപാത്രത്തിൻ്റെ അടുത്ത്. 5 വർഷമായിട്ട് വിചാരണ തടവുകാരനായിട്ട് ഇരിക്കേണ്ട അവസ്ഥ, അവനെ സമൂഹം, സൊസൈറ്റി കൈകാര്യം ചെയ്യുന്നത്, അവൻ്റെ ജീവിതം കടന്നു പോകുന്ന അവൻ്റെ ദാരിദ്ര്യം, അവൻ്റെ നിസ്സഹായാവസ്ഥ, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത് തന്നെ ഒരു കള്ളുകൂടിയനായിട്ട് ഒരുത്തം പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ എന്തൊരു അഭിനയിക്കാണ് ജീവിക്കുകയാണേ. അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഗ്രാമത്തിലൊക്കെ ജനിച്ച് വളർന്നവർക്ക് ഇങ്ങനത്തെ ഒരുത്തനെ റിലേറ്റ് ചെയ്യാൻ പറ്റും, അടിച്ച് കൊടുക്കാൻ തോന്നും. അത്രയും ഗംഭീര പെർഫോമൻസാണ് അവർ. അത് ഭയങ്കര റോ ആയിട്ട്, ഫൈറ്റ് ആണെങ്കിലും ഭയങ്കര റോ ആയിട്ട് പച്ചയ്ക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ. എന്നാൽ ഭയങ്കര വയലൻസോ അങ്ങനെയൊന്നുമില്ല, വലിയ വയലൻസ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് പൊള്ളുന്ന സീനുകൾ സിനിമയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് ഞാൻ പറഞ്ഞില്ല, ഇതെന്താവും ഏതാവും എന്നുള്ള ഒരു പ്രഡിക്ഷനും തരാത്ത രീതിയിൽ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു എൻഡിങ് എന്ന് തന്നെ പറയാം. ഈ സിനിമ ഇങ്ങനെ തീർത്തതാണ് അതിൻ്റെ മാധുര്യം. ഇതിനെ വേറെ രീതിയിലൊക്കെ അവർക്ക് മാറ്റാമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ, ഞാൻ അത് പറയല്ല, സ്പോയിലേഴ്സാണ്. ഇത് എക്സലൻറ്റ് ക്ലൈമാക്സ്. ഇപ്പോൾ ഹാല് സിനിമയിൽ തന്നെ പറഞ്ഞ ഒരു വിഷയമുണ്ട്, പേരാണോ പ്രശ്നം, എൻ്റെ പേരാണോ പ്രശ്നം എന്നുള്ള സാധനമുണ്ട്, ഇസ്ലാമോഫോബിയ പരിപാടി. അതിൽ ഭയങ്കര ക്രിഞ്ചായിട്ട് ഫോഴ്സ്ഡായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനൊരു ഫീൽ, ഇമോഷണൽ കണക്ഷൻ ഒന്നും തോന്നത്തുമില്ല. പക്ഷേ ഇതിലെ കഥാപാത്രം നമുക്കത് തോന്നും. അത് ഡയറക്ടറിൻ്റെ ആ ഒരു കഴിവ്, അതാണ് ആ സാധനം. അതിൽ ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്ത സാധനം ഇതിൽ ഇമോഷണൽ കണക്ഷനായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതാണ് അത് എഴുത്തിൻ്റെ ഒരു ശക്തിയും ഡയറക്ഷൻ്റെ മികവും എന്ന് പറയുന്നത്. സിനിമയിലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ജസ്റ്റിൻ പ്രഭാകർ തൂക്കി അടിച്ചിട്ടുണ്ട്. മ്യൂസിക്, അതുപോലെ എഡിറ്റിംഗ് ഫിലോമിൻ രാജ്, ഗംഭീര വർക്ക്.
മതീഷ് മാണിക്യം ഗംഭീര വർക്ക്, എല്ലാം ഗംഭീരം, അതിനപ്പുറം വേറെ ഒന്നുമില്ല. പിന്നെ സ്റ്റൺസ്, PC സ്റ്റൺസ് കിടു വർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് തിയേറ്റർ കാണാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ, കാരണം വളരെ കുറച്ച് തിയേറ്ററിലേ ഉള്ളൂ. ഞാൻ കണ്ടു. തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ്. OTT കണ്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അങ്ങനെ ഇഷ്ടപ്പെടായിക ഒന്നുമില്ല, അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് ഗംഭീര സിനിമയാണ്. അത് ഈ അടുത്തിടെ കണ്ടതിൽ ഒരു കിടിലം പടം, തമിഴ് പടം എന്നുള്ളൊരു ഫീൽ തരുന്ന സിനിമയാണ്. പക്ഷേ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് കാണുമ്പോൾ നോക്കാം ചാർജായിട്ട് ആ ഒരു സാധനം. ഇപ്പോൾ കൈത്തിയൊക്കെ കാണുമ്പം ചില സീനുകളൊക്കെ നമുക്ക് ഇങ്ങനെ തിളപ്പ് വരൂലേ, അതുപോലെ തിളച്ച് കാണാൻ പറ്റുന്ന ആ ഒരു ഓഡിയൻസിൽ കൂടെ മനസ്സറിഞ്ഞ് കൈയടിച്ച് കണ്ട് തീർത്ത സിനിമ. കുറച്ച് ദിവസമായി സിനിമകളൊക്കെ കണ്ടിട്ട് കൈയടിച്ചൊക്കെ കഴിച്ച് പറഞ്ഞത് കണ്ട് കൊള്ളാം, ഓക്കെ എന്നുള്ളത്. പക്ഷേ കൈയടിക്കാൻ തോന്നുന്ന ഒരു സാധനമുണ്ട്, നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അവർ ആ വാല്യൂ കാണുന്ന പ്രേക്ഷകൻ തന്നിട്ടുണ്ട്. സിനിമ കാണുന്നവൻ അവൻ പൈസ കൊടുത്ത് വരുന്നതിന് ആ പൈസയ്ക്കൊരു മഹത്വം ഈ സിനിമ തന്നിട്ടുണ്ട്. അതിൻ്റെ നന്ദിയാണ് ആ ഓഡിയൻസിൻ്റെ കൈയടികളിലൂടെ ഞാൻ കണ്ടത്, ഞാൻ കൊടുത്തതും അത് തന്നെയാണ്. മിസ്സാക്കരുത് സിറൈ, അത് മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു തമിഴ് സിനിമ. എന്തരാ വരട്ടെ.